എന്തൊക്കെയുണ്ട് ഓണം വിശേഷങ്ങൾ? ഓണം ഇപ്പം ഹൃദയപൂർവ്വമാണ് ഈ ഓണത്തിൻ്റെ വിശേഷം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. കാരണം ഞാൻ ഏതോ ഒരു പോയിന്റിൽ ഇതൊരു ചെറിയ സിനിമയാണ്, സത്യൻ സാർ, മോഹൻലാൽ എന്നീ രണ്ട് പേരുകൾ ഒഴിച്ചാൽ ഇത് കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇപ്പോൾ പ്രൊമോഷൻസ് ഉൾപ്പെടെ നമ്മൾ ഭയങ്കര മൈൽഡായിട്ട് ചെറിയ ചെറിയ രീതിയിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്തും നമ്മളുടെ തന്നെ മറ്റ് സിനിമകളിലുള്ള, അതായത് കൂടെ ഇറങ്ങുന്ന സിനിമകൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, നെസ്ലിൻ ആണെങ്കിലും അൽത്താഫ്ക്ക് ആണെങ്കിലും ഒക്കെ, നമ്മുടെ ആഷിഖ് ഉസ്മാൻ ഇക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് സിനിമകൾ തൊട്ടടുത്ത് വരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പലരും ഇങ്ങനെ സംസാരിച്ച് എന്താണ് പ്രൊമോഷൻസ് കുറവ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ആക്ച്വലി ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ബുക്ക് മൈ ഷോയിൽ ആ ആദ്യത്തെ 1 മണിക്കൂറിലാണ് പക്ഷെ അതിൻ്റെ യഥാർത്ഥ റിയാലിറ്റി ഇത്ര അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എമ്പുരാനിലൊക്കെ കണ്ടു, തുടരുമിലൊക്കെ കണ്ടുവെങ്കിലും ഇതുപോലത്തെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ചെറിയ സിനിമയാണെങ്കിലും ഈ 2 പേരുകൾ കൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ വലിയ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, ട്രെൻഡിങ്ങിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒരുപോലെ കൂടി. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ സത്യനന്ദിക്കാട് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂത്തിൻ്റെ വൈബും, ഫോർ എക്സാമ്പിൾ തുടരിലുണ്ടായതാണ്. അപ്പോൾ സംഗീതും ലാൽ സാറും തമ്മിലുള്ള ആ ഒരു വൈബ് നമ്മൾ ഓൾറെഡി തുടരിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഫാമിലി പ്രേക്ഷകർക്ക് ഇത് ബുക്ക് ചെയ്തേ പറ്റൂ. നമുക്ക് പറ്റുവാണെങ്കിൽ തിരുവോണത്തിന് തന്നെ ഈ സിനിമ അങ്ങ് കാണണം, അല്ലെങ്കിൽ ഉത്തരാടത്തിന് കാണാൻ പറ്റിയ അത്രയും നല്ലതെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫിലിമിൽ ലാലേട്ടനുമായിട്ടുള്ള കോംബോ ഉണ്ട്. പക്ഷെ നമ്മളത് ആസ്വദിച്ച് തുടങ്ങിയത് തുടരുമിലാണ്. അപ്പോൾ തുടരും എന്ന് പറയുന്ന ആ ഫിലിമിനകത്ത് ലാലേട്ടനുമായിട്ട് വെച്ച ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഷോട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആക്ച്വലി സിനിമയിലെ എൻ്റെ ആദ്യത്തെ ആ ഷോട്ട് തന്നെയായിരുന്നു. അതായത് ആ കാറിൽ ബെൻസ് ഐ മീൻ അംബാസഡർ കണ്ടിട്ട് വന്ന് അത് ഇത് ചെയ്യുന്ന സീൻ തന്നെയായിരുന്നു ആദ്യം എടുത്തത്. അപ്പോൾ അന്ന് ലാലേട്ടൻ നമ്മൾ കണ്ടിട്ടുള്ള കുഞ്ഞുനാളോടെങ്കിലുള്ള നമ്മുടെ ഏറ്റവും ഞാൻ ഭയങ്കര ഫാൻ ബോയാണ്. അപ്പോൾ അത് ആളെയാണ് നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ആ ഒരു റെസ്പെക്റ്റും ഒക്കെ കൊണ്ടിട്ട് ഞങ്ങൾ അധികം സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രീതിയിലും. അപ്പോൾ എന്നെയും പേഴ്സണലി അറിയില്ല, പിന്നെ ഒരു ദിവസമുള്ളൂ, അതിനൊരു ബേസിക് ആയിട്ടുള്ളൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ഒന്നല്ല, ഞങ്ങളൊരു 2 ദിവസം എന്താണ് കോമ്പിനേഷൻ സീക്വൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അന്ന് വലിയ മെമ്മറീസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം ഓർമ്മിച്ചെടുക്കുമ്പോൾ ലാലേട്ടനായിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ സീൻ അഭിനയിക്കാൻ പോകണം, ഐ ആം ആൻ ആക്ടർ എന്നൊരു വിചാരമുണ്ട്. പ്രേമലുവിലൊക്കെ അത് തെളിയിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്ടറാണ്, ആക്ടറിൻ്റെ കോൺഫിഡൻസ് എന്തായാലും കാണും. പക്ഷെ താങ്കൾ അതിൽ ചെയ്ത കോമഡിയാണ് കൂടുതലും. നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിക്കുകയാണ് ചെയ്തത്. ചില ഡയലോഗ്സൊക്കെ ഇങ്ങനെ കട്ടയ്ക്ക് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ചിരിയാണ് വരുന്നത്. ആ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ ആസ്വദിച്ച് പ്രേക്ഷകർ ചിരിച്ച ഇതാണ്. അപ്പം നമ്മൾ ലാലേട്ടനെ പറയുന്നത് തന്നെ കോമഡിയിൽ സൂപ്പർ സ്റ്റാർസിൽ ഒരാളായിട്ടാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കോമഡി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആപ്രിഹെൻഷൻ ഇല്ലേ ഒരു ചെറുതായിട്ട്, അതൊന്ന് ഏതെങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് തരണം ചെയ്തത്? എനിക്ക് കാരണം ഓർമ്മയില്ല, പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് തുടരുമിൽ ഫസ്റ്റ് ഡേ പോകുമ്പോൾ പേടി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സീക്വൻസ് എന്താണെന്ന് പോലും എനിക്ക്, സാധാരണ നമ്മൾ ചെയ്യുന്ന സിനിമകളുടെ സ്ക്രിപ്റ്റ് തൊട്ട് മുമ്പ് നമ്മൾ അതിനു മുമ്പ് പല സ്റ്റേജിലായിട്ട് വായിക്കും. എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴെങ്കിലും വായിക്കും. ഞാൻ അന്ന് കാരവണിൽ എൻ്റെ കോസ്റ്റ്യൂംസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പേപ്പറിൽ കൊണ്ടുവന്ന് ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം തന്നെ ഒരുപാട് ഡയലോഗ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇരുന്ന്, ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റിലാണ്. കുറച്ച് എന്തെങ്കിലും കൗണ്ടറുകളൊക്കെ മാറ്റാൻ പറ്റുമോ, കുറച്ചും കൂടി എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കൺവിക്ഷനിൽ പറയാൻ പറ്റുന്ന രീതിയിൽ അതിനൊന്ന് ഫ്രെയിം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. എഴുത്ത് ചിലപ്പോൾ എനിക്ക് ആ എഴുതിയത് പോലെ തന്നെ പറയുന്നത് ചില സമയങ്ങളിൽ പാടാണ്, പ്രത്യേകിച്ച് കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷനൊക്കെ ആണെങ്കിൽ. അപ്പം ഞാനത് ചുമ്മാ കുറച്ച് ഇമ്പ്രവൈസേഷൻസും ഇതൊക്കെ ആഡ് ചെയ്തു. ഇപ്പോൾ പേര് ചോദിക്കുമ്പോൾ പേരെന്താന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്, ഞാൻ മാർക്ക് 1 എന്ന് പറയുന്നതൊക്കെ അപ്പോൾ ചുമ്മാ ആഡ് ചെയ്ത സാധനങ്ങളായിരുന്നു. അപ്പം ഞാൻ അതിലായിരുന്നു കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. കാരണം ആ സിനിമയിൽ എനിക്ക് വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു നമ്മൾ വരുന്നത് ഒരു 5 മിനിറ്റിലേക്കുള്ള ഒരു സ്പേസിലാണ്. അപ്പോൾ ആ ചെയ്യുന്ന സ്ഥലം ഏറ്റവും ഇമ്പ്രസീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ
ഈ പേടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നോർമൽ സിനിമകളിലാണെങ്കിൽ നമുക്ക് ഈ പേടി മാറി അതിനോട് യൂസ്ഡ് ആവുള്ള ഒരു സമയമുണ്ട്. ഇതാകെ ഒരു ദിവസമുള്ളൂ. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ അന്ന് ചെയ്ത പ്രോസസ്സും ഹൃദയപൂർവ്വത്തിലെ പ്രോസസ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അന്നിപ്പോൾ നമ്മൾക്കും ഈ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഭയങ്കര ഹറിബറിയായിട്ടൊരു ഒരു ബസ് സ്റ്റാൻഡിലാണ് ഷൂട്ട് നടക്കുന്നത്. പെട്ടെന്ന് ഞാനൊരു ഇമ്പ്രവൈസേഷൻ ഈ മാർക്ക് 1 ഇമ്പ്രവൈസേഷൻ ഞാൻ അപ്പം ചെയ്തപ്പോഴേക്കും ലാലേട്ടൻ ഇങ്ങനെ തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കട്ട് പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പോഴാണ് അവർ വന്നിട്ട് പറഞ്ഞത് അല്ല ഇങ്ങനൊരു ഡയലോഗാണെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു മോനെ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്നോടും കൂടി പറയും എന്ന് പറഞ്ഞത്. അപ്പം എനിക്കും ലാലേട്ടനോട് പറയാൻ പറ്റില്ല ഞാനിങ്ങനൊരു ഡയലോഗ് മാറ്റിയിട്ടുണ്ടെന്നൊന്നും. അപ്പോൾ അത് അവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ലാലേട്ടൻ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആക്കിയിട്ട് ഇത് ചോദിക്കും, ഇവിടെ എന്തെങ്കിലും മാറ്റി പറയുന്നുണ്ടോ, എന്താ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അതൊരു പ്രാവശ്യം ഒന്ന് റിഹേഴ്സൊക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെ ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്.